NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം. ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണമെന്നാവശ്യപ്പെട്ടാണ് പ്രതിഷേധം. ചവറ ജയകുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം ഓഫീസിന് പുറത്തും ജയകുമാറിനെ അനുകൂലിക്കുന്നവർ ഓഫീസിനകത്തും നിലയുറപ്പിച്ചിരിക്കുകയാണ്. സ്വാതന സാജു വിവരങ്ങൾ നൽകും. സ്വാതന, നേരത്തെ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ ഈ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നതിനെ ചൊല്ലി വലിയ കയ്യാങ്കളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വലിയ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയാണോ? പോലീസ് ഇടപെട്ടിട്ടുണ്ടോ? ദിവ്യയും നേരത്തെ നമ്മൾ കണ്ടതാണ് NGO അസോസിയേഷൻ കൗൺസിൽ യോഗത്തിൽ വലിയ രീതിയിലുള്ള കയ്യാങ്കളി നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനും പുറത്തും അകത്തുമായി രണ്ട് ചേരി തിരിഞ്ഞുകൊണ്ട് ഇപ്പോൾ ഒരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരു കയ്യാങ്കളിയിലേക്ക് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ കാഴ്ച തന്നെയാണ് നമ്മൾ കാണുന്നത്. ചോദിച്ചതുപോലെ പോലീസൊക്കെ തന്നെയും സ്വാതന്ത്ര്യയിലേക്ക് വരാം. പോലീസ് ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. ശക്തമായ പ്രതിഷേധമുണ്ടായതിന് പിന്നാലെയാണ് ഇപ്പോൾ പോലീസ് സ്ഥലത്തെത്തി അവിടെ പ്രതിഷേധക്കാരോട് സംസാരിക്കുന്നത്. NGO അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് വലിയ പ്രതിഷേധം. അവിടെ ഭാരവാഹി തെരഞ്ഞെടുപ്പ് നടത്തണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഒരു വിഭാഗം പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ചവറ ജയകുമാറിനെ നീക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഒരു വിഭാഗം ഓഫീസിന് പുറത്തും, എന്നാൽ ജയകുമാറിനെ അനുകൂലിക്കുന്നവർ ഓഫീസിനകത്തും എന്ന രീതിയിൽ രണ്ട് പക്ഷമായി തിരിഞ്ഞുകൊണ്ടാണ് പ്രതിഷേധം നടക്കുന്നത്. സ്വാതന സാജ് വിവരങ്ങൾ നൽകും. സ്വാതന, പ്രതിഷേധം വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണോ? ദിവ്യ, അങ്ങനെ തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്ന ഒരു സംഘം ആളുകളാണ് ഈ സംസ്ഥാന കമ്മിറ്റി ഓഫീസിനകത്ത് നിൽക്കുന്നത്. എന്നാൽ ഈ ജാഫർ ഖാനെ അനുകൂലിക്കുന്ന മറ്റൊരു സംഘമാണ് ഈ ഓഫീസിന് പുറത്ത് നിൽക്കുന്നത്. നിലവിലെ ജനറൽ സെക്രട്ടറിയാണ് ഈ ജാഫർ ഖാൻ. ഇന്നിപ്പോൾ നേരത്തെ സംസ്ഥാന ഈ കൗൺസിൽ യോഗം നടന്ന സമയത്ത് ഒരു തെരഞ്ഞെടുപ്പ് നടത്തുവാൻ വേണ്ടി തന്നെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുവാൻ വേണ്ടിയുള്ള യോഗമായിരുന്നു നടന്നത്. എന്നാൽ അത് ഒരു കയ്യാങ്കളിയിൽ കലാശിച്ചതിന് പിന്നാലെ ഇത് എല്ലാവരും തന്നെ പുറത്തേക്ക് പോവുകയായിരുന്നു. പ്രത്യേകിച്ച് നിലവിലെ പ്രസിഡന്റായ ചവറ ജയകുമാർ സംഘവുമാണ് ആദ്യം പുറത്തേക്ക് പോയത്. എന്നിട്ട് അവർ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത്തരത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് ഇന്ന് നടന്നിട്ടില്ല, അത് അസാധുവാണ്, അങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നാണ്. എന്നാൽ ജാഫർ ഖാനും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളും പറഞ്ഞത് തെരഞ്ഞെടുപ്പ് നടന്നു, 516 പേരടങ്ങുന്ന കൗൺസിൽ അംഗങ്ങൾ ചേർന്നുകൊണ്ട് തെരഞ്ഞെടുപ്പ് നടത്തുകയും അദ്ദേഹത്തെ തെരഞ്ഞെടുക്കുകയും ചെയ്തു എന്നാണ് അദ്ദേഹം മാധ്യമങ്ങളോട് ആ സമയത്ത് പറഞ്ഞത്. അപ്പോൾ അതിനുശേഷം ഇപ്പോൾ സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് ഈ ഒരു സ്ഥാനം ഏറ്റെടുക്കാൻ വേണ്ടി വന്ന സമയത്താണ് ഈ ജയകുമാറിനെ അനുകൂലിക്കുന്ന പക്ഷം ഈ ഓഫീസിനകത്തും മറ്റ് പക്ഷം ഓഫീസിന് പുറത്തും നിന്നുകൊണ്ട് ഇവരെ അകത്തേക്ക് കയറി ജാഫറും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന ആളുകളെയും അകത്തേക്ക് കയറാൻ സമ്മതിക്കാതെ ഇപ്പോൾ ഇവിടെ പുറത്ത് നിർത്തിയിരിക്കുന്നത്. അതാണ് പിന്നീട് ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇവിടെ ജാഫറിനെ അനുകൂലിക്കുന്ന ചില ആളുകളുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു, ഇപ്പൊ എന്താണ് നിങ്ങൾ അകത്തേക്ക് കയറാൻ സമ്മതിക്കുന്നില്ലേ? അകത്തെ ജനാധിപത്യപരമായതിൽ തെരഞ്ഞെടുപ്പ് നടന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ഞങ്ങളുടെ പ്രസിഡന്റാണ് JM ജാഫർ ഖാൻ. ജനാധിപത്യ രീതിയിൽ ഒരു ഇന്ത്യയിലെ ഏറ്റവും വലിയതാണ് ഭരണഘടന. അതേപോലെ ഈ സംഘടനയ്ക്ക് ഒരു ഭരണഘടനയുണ്ട്. ആ ഭരണഘടന ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് ഞങ്ങളും ഞങ്ങളുടെ ജീവനക്കാരും ഇവിടെ എത്തിച്ചേർന്നത്. 5 വർഷമായിട്ട് ഈ ചവറ ജയകുമാർ തന്നെയാണ് ഭരണം നടത്തുന്നത്. ഇന്നിപ്പോ അദ്ദേഹം പറയുന്നത് ഇങ്ങനെ ഒരു തെരഞ്ഞെടുപ്പ് നടന്നിട്ടില്ല എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന് എന്ത് വേണേലും പറയാം. കാരണം അദ്ദേഹത്തിന് 5 വർഷമായിട്ട് ഇന്നും തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടല്ല. 2019 ശേഷം ഈ സംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ടില്ല. ജനാധിപത്യ രീതിയിൽ ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലൂടെ പ്രസിഡന്റായ ആളാണ് AM ജാഫർ ഖാൻ. അക്കാര്യത്തിൽ ഒരു സംശയമില്ല. ഇവിടെ കൂടി നിൽക്കുന്ന ആ കൗൺസിൽ ഹാളിൽ നിന്നാൽ നിങ്ങൾക്കറിയാം തെരഞ്ഞെടുക്കപ്പെട്ട പ്രധാനപ്പെട്ട ഒരു ജില്ലയിൽ നിന്നും മാക്സിമം പോയാൽ 50 പേരുൾപ്പെടെ 15 ജില്ലകളിൽ നിന്നുമാണ് ആളുകൾ എത്തിച്ചേർന്നിട്ടുള്ളത്. അവർ ഭൂരിഭാഗം അംഗീകരിച്ച പ്രസിഡന്റാണ് AM ജാഫർ ഖാൻ. ഞങ്ങൾ നീതി നടപ്പിലാക്കണം, ഞങ്ങൾക്ക് കയറണം. ഇത് ഞങ്ങളുടെയും കൂടെ ചോരയും നീരും കൊടുത്ത ഓഫീസാണ്. ഒരു ചവറ ജയകുമാറിനും അതിൻ്റെ കുറച്ച് കൂട്ടാളികൾക്കും കൊടുത്ത ഓഫീസല്ല ഇത്. ഇത് AM ജാഫർ ഖാൻ ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളുടെ അംഗങ്ങളുടെയും ചോരയും ജീവനുമാണത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിനകത്ത് കയറണം, നീതി നടപ്പിലാക്കണം. അല്ലെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാൻ സാധ്യമായ നടപടികൾ എടുക്കേണ്ടവർ എടുക്കുക. സമയങ്ങളിൽ എടുക്കാത്തതുകൊണ്ടാണ് കൗൺസിലിൽ നിന്ന് അവർ പുറത്തേക്ക് പോയതിനു ശേഷമാണ് തെരഞ്ഞെടുപ്പ്. അതെ, 2019 ശേഷം ഇന്നാണ് ജനാധിപത്യ രീതിയിൽ സംസ്ഥാന കൗൺസിൽ കൂടി ജാഫർ സാറിനെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുത്തത്. അത് ഇവർ പഴയ സംസ്ഥാന പ്രസിഡന്റ് അംഗീകരിക്കുന്നില്ല. സാധാരണ രീതിയിൽ പുതിയ സംസ്ഥാന പ്രസിഡന്റ് അധികാരികൾക്കും വേണ്ടി സംസ്ഥാന പഴയ മാറിക്കൊടുക്കണം. കേരള NGO അസോസിയേഷന്റെ ബൈലോ പ്രകാരം ഒരു പ്രസിഡന്റിന് ഇരിക്കാവുന്ന കാലാവധി 3 വർഷമാണ്. ഞങ്ങളൊന്നും പറഞ്ഞില്ല. 3 വർഷം കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞു. എന്നിട്ട് നിയമപരമായി ഈ സംസ്ഥാന കൗൺസിൽ എന്ന് പറയുന്നത് പരമാധികാര സഭയാണ്. ഈ പരമാധികാര സഭയിലാണ് തീരുമാനങ്ങൾ എടുക്കേണ്ടത്. അതിലുള്ള ഭൂരിപക്ഷവും അദ്ദേഹത്തിനെതിരായി മാറും എന്നതുകൊണ്ട് തുടങ്ങുമ്പോഴേ അദ്ദേഹം ഒരു 10 പേര് ഇറങ്ങിപ്പോയി. എന്നിട്ട് ആ കൗൺസിൽ കടക്കപ്പെട്ട ഒരു സംസ്ഥാന പ്രസിഡന്റാണ് AM ജാഫർ ഖാൻ. അത് മാത്രമേ ഉള്ളൂ.
ദിവ്യ, നേരത്തെ നമ്മൾ ഈ ഒരു കൗൺസിൽ യോഗം കണ്ടതാണ്. അതും ഒരു കയ്യാങ്കളിയിലാണ് അവസാനിച്ചത്. ഈ നിലവിലെ പ്രസിഡന്റായ ചവറ ജയകുമാർ സംഘവും പുറത്തേക്ക് ഇറങ്ങിപ്പോയതിന് പിന്നാലെയാണ് വലിയൊരു കയ്യാങ്കളി ഇവിടെ ഉണ്ടായത്. അപ്പോൾ ഇവിടുത്തെ ഈ ജാഫറിനെ അനുകൂലിക്കുന്ന ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏതാണ്ട് 3 വർഷമാണ് ഈ ഒരു കൗൺസിലിന്റെ കാലാവധി എന്ന് പറഞ്ഞത്. പക്ഷേ അത് കഴിഞ്ഞ് ഇപ്പോൾ 5.5 വർഷം പിന്നിടുകയാണ്. 5.5 വർഷം പിന്നിട്ടിട്ടും ഈ ചവറ ജയകുമാറും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും മാറുവാൻ തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഇവർ പറയുന്ന കാര്യം. അപ്പോൾ അത് ജനാധിപത്യപരമായി ഒരു തെരഞ്ഞെടുപ്പ് മാറേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇന്ന് ഒരു തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. ഇവർ ഇറങ്ങിപ്പോയതിനു ശേഷം ഈ ചവറ ജയകുമാർ സംഘവും ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതിനു ശേഷം ജനാധിപത്യപരമായ രീതിയിൽ അവിടെ തിരഞ്ഞെടുപ്പ് നടന്നിട്ടുണ്ട്. 561 പേര് ഈ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ നിലവിൽ തെരഞ്ഞെടുത്തിരിക്കുന്ന പ്രസിഡന്റ്, അതായത് നിലവിലെ ജനറൽ സെക്രട്ടറി ജാഫർ ഖാനെയാണ് ഇപ്പോൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹമാണ് ഇപ്പോൾ ഇവിടെ ഈ ഒരു സ്ഥാനമേൽക്കുവാനായിട്ട് സംസ്ഥാന കമ്മിറ്റി ഓഫീസിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തെ അകത്ത് കയറാൻ അനുവദിക്കണം. അതാണ് ജനാധിപത്യപരമായ ഒരു നടപടി എന്ന് തന്നെയാണ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി ഓഫീസിന് മുന്നിലാണ് വലിയ പ്രതിഷേധം ഉയരുന്നത്. ചവറ ജയകുമാറിനെ അനുകൂലിക്കുന്നവരും എതിർക്കുന്നവരും തമ്മിലാണ് വലിയ പ്രതിഷേധം അവിടെ ഉള്ളത്. പോലീസ് ഇടപെട്ട് അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നുണ്ട്. സ്വാന്തന സാജുവാണ് വിവരങ്ങൾ നൽകിയത്.